അടയാളമാക്കിലവും നിറവേറും കാണുന്നേ പ്രിയ വരവിനും ഏറെയോ എൻ്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവനെ നിന്റെ വരവിനു താമസം ഏറെയാകുമോ ഏറെയോ മഹാപരിശുദ്ധ ഗുരുവേ നിൻ തിരുമുൻപിലാടിയാന് പരിശുദ്ധ മണവാട്ടിയായി ശോഭിപ്പാൻ പരിശുദ്ധനാക്കിടണേ എന്നെ പൂർണ്ണ പരിശുദ്ധനാക്കിടണേ എന്നെ മഹാപരിശുദ്ധ ഗുരുവേ നിൻ തിരുമുൻപിലാടിയാന് പരിശുദ്ധ മണവാട്ടിയായി ശോഭിപ്പാൻ പരിശുദ്ധനാക്കിടണേ എന്നെ പൂർണ്ണ പരിശുദ്ധനാക്കിടണേ എന്നെ മഹാമഹത്വത്തിൻ പ്രഭുവേ നിൻ വെളിച്ചത്തിൻ പ്രഭയാൽ ഞാൻ വെളിച്ചെങ്ങും ഈരോളെല്ലാം നീക്കി മേവുവാൻ വെളിച്ചത്തിൻ നായി കാക്കണേ മഹാമഹത്വത്തിൻ പ്രഭുവേ നിൻ വെളിച്ചത്തിൻ പ്രഭയാൽ ഞാൻ ജ്വലിച്ചെങ്ങും ഈരോളെല്ലാം നീക്കി മേവുവാൻ വെളിച്ചത്തിൻ എന്നെ മണവാളനെ എന്നിൽ കനിഞ്ഞവനെ നിന്റെ വരവിനു ഏറെയാകുമോ താമസം ഏറെയോ എൻ്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവനെ നിന്റെ വരവിനു താമസം ഏറെയാകുമോ ഏറെയോ മഹാകരുണയോടടിയാനെ സദാകാല വിവാഹത്തിൽ ഒരുങ്ങുന്ന മണവാട്ടിയായി തീരുവാൻ തിരഞ്ഞെടുത്തതും ഓർത്തു വാഴ്ത്തുന്നേ മഹാകരുണയോടടിയാനെ സദാകാല വിവാഹത്തിൽ ഒരുങ്ങുന്ന മണവാട്ടിയായി തീരുവാൻ തിരഞ്ഞെടുത്തതും ഓർത്തു വാഴ്ത്തുന്നേ എൻ്റെ മണവാളനെ എന്നിൽ നിന്റെ വരവിനു ഏറെയാകുമോ വരവിനു താമസം ഏറെയോ എൻ്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവനെ നിന്റെ വരവിനു ഏറെയാകുമോ താമസം ഏറെയോ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലത്ത് തിരുവചന ചിന്തയ്ക്കായി നമുക്കൊരു തിരുവചനം വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയെന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ആ പാറ ക്രിസ്തുവായിരുന്നു എന്ന് പറയുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അല്ലെ, എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ നടന്നു. എല്ലാവരും അല്ലെങ്കിൽ ആത്മീയ ആഹാരം ഒരുപോലുള്ളത് കഴിച്ചു. എല്ലാവരും ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയെന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഇസ്രായേൽ മക്കൾ വഴി നടന്നു പോകുമ്പോൾ ഹല്ലേലൂയ അവർ സമുദ്രത്തിലൂടെ കടന്ന് ഹല്ലേലൂയ അത് സ്നാനത്തെ ഒരു മുൻകുറി എന്ന് തിരുവചനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. സമുദ്രത്തിലൂടെ കടന്നപ്പോൾ തന്നെ അതൊരു സ്നാനത്തിനൊരു മുൻകുറിയായി എന്ന് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം കഴിച്ചു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയെന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അപ്പോൾ ആ പാറയിൽ നിന്ന് തന്നെ കുടിക്കുവാൻ തക്കോണം എല്ലാവർക്കും കഴിഞ്ഞു. ആ പാറ ക്രിസ്തുവായിരുന്നു. ആ കർത്താവിൻ്റെ അടുത്ത് നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് ഹല്ലേലൂയ ആ ആത്മീയ ആ സന്തോഷം അനുഭവിക്കേണ്ടത് ആ ആത്മീയ പാറയിൽ നിന്നാണ്. ആ പാറയിൽ നിന്ന് അവരെല്ലാവരും സന്തോഷിക്കുവാനിടയായി തരുന്നത്. ആത്മീയ ആഹാരം കഴിച്ചു, ആത്മീയ പാനീയം കുടിച്ചു. എങ്കിലും അവരിൽ മിക്കപേരും ദൈവം പ്രസാദിച്ചില്ല. ഇവിടെ ഒരാളാണ് ക്രിസ്തു. ആ പാറ ക്രിസ്തു ആയിരുന്നു എന്ന് അവിടെ വചനത്തിൽ വായിക്കുന്നുണ്ട്. ഈ പാറയ്ക്ക് ഒത്തിരി പ്രത്യാശയുണ്ട്.
ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഹല്ലേലൂയ. ആ പാറ നമുക്ക് സംരക്ഷണം തരുന്നതാണ്. ഹല്ലേലൂയ. അത് ആകാശത്തിലും ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാറയാണ്. നമ്മളെപ്പോഴും ഏത് സ്ഥലത്തും എവിടെ പോയിരുന്ന് കർത്താവ് ആ യേശുവെ എന്ന് വിളിക്കുമ്പോൾ തന്നെ നമുക്ക് ആ കർത്താവ് നമുക്ക് അടുത്ത് വന്ന് നമ്മളോട് സംസാരിക്കും, നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അതാണ് ആ സ്വർഗീയ ശക്തി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ യേശുവിനെ ഹൃദയത്തിൽ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ആ സമയം മുതൽ കർത്താവ് നമ്മളോടുകൂടി ഇരിക്കുക എപ്പോഴും. ഹല്ലേലൂയ. ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണെന്ന് നമുക്ക് ഹല്ലേലൂയ ആ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അത് യിരെമ്യാ പ്രവചനത്തിലാണ് കിടക്കുന്നത്. പിന്നെ 113 സങ്കീർത്തനത്തിൽ പറഞ്ഞേക്കുന്നത്, സ്വർഗത്തിലും ഭൂമിയിലുള്ളവ അവൻ കുനിഞ്ഞു നോക്കുന്നു, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ അവൻ ചെയ്യുന്നു. അവൻ കുനിഞ്ഞു നോക്കുന്നു. പിന്നെ ഇയ്യോബിൻ്റെ പുസ്തകം 25-ാം അധ്യായത്തിൽ പറഞ്ഞേക്കുന്നത്, അവൻ മേഘങ്ങളിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ആകാശത്തിരുന്നുകൊണ്ട് ഭൂമിയിലുള്ളതൊക്കെ നോക്കുന്നെന്നാണ്. അപ്പോൾ ഉയരത്തിൽ ആ ശക്തി, ആ കണ്ണ് നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നത് നമുക്ക് ആ മുകളിൽ ഇരുന്നുകൊണ്ട് കർത്താവ് ആകാശത്തിൻ്റെ കീഴിലുള്ളതെല്ലാം കാണുന്നുണ്ട്. ആകാത്തവരെയും നല്ലവരെയും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ്. അപ്പോൾ നമ്മൾ എന്ത് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ശരിയോ തെറ്റോ എന്ത് സംഭവിച്ചാലും അതെല്ലാം എൻ്റെ ദൈവത്തിന് കാണാം എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ പാറ ക്രിസ്തുവായിരുന്നു, എങ്കിലും മിക്കവേലും ദൈവം പ്രസാദിച്ചില്ല. ഈ പാറയ്ക്കൊരു പ്രത്യേകതയുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ അത് വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ കൂടെ ദൈവം നമ്മളെ നടത്തുന്നത്. നമ്മളെപ്പോഴും പറയില്ലേ, വരുവീൻ വണങ്ങി നമസ്കരിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. 95-ാം സങ്കീർത്തനത്തിൽ അതാ പറയുന്നത്. ഹല്ലേലൂയ. രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആർപ്പിട്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ ഹല്ലേലൂയ കഴിയും. ഹല്ലേലൂയ. അതാണ് ആർപ്പോടും നൃത്തത്തോടും കൂടെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ ദൈവത്തെ സ്തുതിക്കേണ്ടത്. അപ്പോൾ ആ കർത്താവ് ഹല്ലേലൂയ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ കടന്നു വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയത്തില്ലേ, എൻ്റെ പാറയായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ അല്ലേ? 144-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറഞ്ഞേക്കുന്നതാണ്, എൻ്റെ പാറയായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അപ്പോൾ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ആ ദൈവത്തെ സാധാരണ ഒരു പാറ പോലെ അല്ല ഇത് പാറ. ഹല്ലേലൂയ. ആ ക്രിസ്തുവാകുന്ന പാറയിൽ അവൻ നമുക്ക് ഹല്ലേലൂയ ഉറപ്പോട് നമ്മുടെ കാലുകളെ നിർത്തി നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കി അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. അപ്പോൾ പുതിയ പാട്ട് നമുക്ക് തന്നത് ആ ദൈവത്തിന് സ്തുതി പാടാനാണെന്ന് ഹല്ലേലൂയ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. അത് നമ്മുടെ ദൈവത്തിന് സ്തുതി. എങ്ങനെയാ? ഈ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടണം. സാധാരണ ഹല്ലേലൂയ ഇതല്ല, ആർപ്പിടണം. അപ്പം നമ്മൾ എത്ര ഉച്ചത്തിൽ സ്തുതിച്ചാലും മതിയാകത്തില്ല. വാ തുറക്കാതെ ഒരു പതിയെ സ്തോത്രം പറയുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. രക്ഷയുടെ പാറയ്ക്ക് 95-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറഞ്ഞേക്കുന്നത്, എൻ്റെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. പാറയായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അതുകൊണ്ട് വാഴ്ത്തപ്പെട്ടവനായതുകൊണ്ട് ഈ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഹല്ലേലൂയ ആ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടണം. ഹല്ലേലൂയ. ഇങ്ങനെ 28-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറഞ്ഞേക്കുന്നത്, എൻ്റെ പാറയായുള്ളവേ നീ കേൾക്കാതിരിക്കരുത്. അപ്പോൾ പാറയായുള്ളവാ, ആ പാറയായ കർത്താവാ. ആ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ തക്കവണ്ണം എപ്പോഴും ശ്രദ്ധയോടെ ഇരിക്കും. മുമ്പേ ഞാൻ പറഞ്ഞു, ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയോടുകൂടി അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ്. എവിടെ ആയിരുന്നാലും ഹല്ലേലൂയ, നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും നമ്മുടെ പ്രാർത്ഥന ഹല്ലേലൂയ ചെവി ചായ്ച്ച് കേൾക്കുന്ന ദൈവമാണ്. 144-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞേക്കുന്ന, യഹോവയെ സ്വർഗം ചായച്ചിറങ്ങി വരണമേ, പർവ്വതങ്ങൾ പുകയാൻ തക്കണം അവയെ തൊടണമേ. അപ്പോൾ സ്വർഗം ചായച്ചിറങ്ങി വരണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കർത്താവ് എവിടെ ഇരിക്കുന്നത്? സ്വർഗത്തിലിരിക്കുന്ന കർത്താവാണ്. നമ്മൾ വിളിക്കുമ്പോൾ തന്നെ സ്വർഗം ചായച്ചിറങ്ങി വന്ന് നമുക്ക് വേണ്ടി അത്ഭുതവും അതിശയവും പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ആ യേശുവിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ആ ക്രിസ്തുവാകുന്ന പാറയിലാണ് നമ്മൾ നിൽക്കുന്നത്. അവൻ നമുക്ക് ഉറപ്പോടെ നമ്മളെ നിർത്തി നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. അപ്പോൾ ആ ദൈവത്തിന് സ്തുതി കരയേറ്റുവാൻ എന്തൊക്കെയാണോ ഹല്ലേലൂയ ദൈവം നമുക്ക് ഇടയാക്കി തീർക്കുന്ന സാഹചര്യങ്ങൾ. ഹല്ലേലൂയ. 19-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കട്ടെ. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും എൻ്റെ സംസാരവും എല്ലാം നിനക്ക് പ്രസാദമായിരിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പ്രസാദമായതുമെല്ലാം ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അവൻ എന്നോട് 89-ാം സങ്കീർത്തനം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ അവൻ എന്നോട്, നീ എൻ്റെ
എൻ്റെ പിതാവ്, എൻ്റെ ദൈവം, എൻ്റെ രക്ഷയുടെ പാറ എന്നിങ്ങനെ വിളിച്ചു പറയും. എന്നോട് നീ എൻ്റെ പിതാവ്, എൻ്റെ ദൈവം, എൻ്റെ രക്ഷയുടെ പാറ എന്നിങ്ങനെ വിളിച്ചു പറയും. അപ്പോൾ രക്ഷയുടെ പാറയാണ്, ഈ രക്ഷ തരുന്നതാണ് ഈ പാറ. നമുക്ക് ഗമനത്തെ സ്ഥിരമാക്കുന്നതാണ്, നമുക്ക് ഉറപ്പ് തരുന്നതാണ്, നമുക്ക് സംരക്ഷണം തരുന്നതാണ്. നമുക്കറിയാം ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ അവനെ അനുഗമിച്ച് ആ പാറയിൽ നിന്ന് കുടിക്കുവാൻ അവർക്കിടയാക്കി തീർത്തത് കൊണ്ട് അവർ മരുഭൂമിയിൽ ഹല്ലേലൂയ സഞ്ചരിച്ചപ്പോൾ അവർക്ക് വെള്ളം കിട്ടിയില്ല. അപ്പോൾ അവർ നിലവിളിച്ചു. അപ്പോൾ അവിടെ മോശയോട് പറഞ്ഞു, മോശേ നീ നിലവിളിക്കുന്ന എന്തിനാ? നീ ആ പാറമേൽ നിൽക്ക്, കയ്യിൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ച വടിയും കയ്യിലെടുത്തു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ ആ അത്ഭുതങ്ങളെ പ്രവർത്തിച്ച വടി കൊണ്ട് ഹല്ലേലൂയ അടിച്ചപ്പോൾ നമുക്കറിയാം ഹല്ലേലൂയ വെള്ളം ചാടി പുറപ്പെടുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ 78-ാം സങ്കീർത്തനത്തിൽ നമ്മളത് ഇങ്ങനെ കാണുന്നുണ്ട്. ഹല്ലേലൂയ തൻ്റെ ജനത്തിന് വേണ്ടി ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ പാറയടിച്ചപ്പോൾ വെള്ളം വന്നു. ഹല്ലേലൂയ 78-ാം സങ്കീർത്തനം അതിൻ്റെ 14-15 വാക്യങ്ങൾ. പകൽ സമയത്ത് അവൻ മേഘം കൊണ്ടും രാത്രി മുഴുവൻ അഗ്നിപ്രകാശം കൊണ്ടും അവരെ നടത്തി. അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്നു, ആഴികളല്ലെന്ന പോലെ അവർക്ക് ധാരാളം കുടിപ്പാൻ കൊടുത്തു. പാറയിൽ നിന്ന് അവൻ ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു, വെള്ളം നദികളെ പോലെ ഒഴുകുമാറാക്കി. അപ്പോൾ വെള്ളം നദികളെ പോലെ ഒഴുകുമാറാക്കി. പാറയിൽ നിന്ന് അവൻ ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു, സമുദ്രം പോലെ വെള്ളം ഇങ്ങോട്ട് ചാടി പുറപ്പെട്ടു. അതെല്ലാം ജനത്തിൻ്റെ ഇടയിലേക്ക് വരത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവം ആഴികളല്ലെന്ന പോലെ ധാരാളം കുടിപ്പാൻ അങ്ങ് കൊടുത്തു. പാറയിൽ നിന്ന് ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു, വെള്ളം നദികളെ പോലെ ഒഴുകുമാറാക്കി. ആ നദികളെ പോലെ ഒഴുകിയ വെള്ളം തോടും പോലെയായി അവരുടെ അടുത്തേക്ക് കടന്നു വരത്തക്കവണ്ണം ഹല്ലേലൂയ അവർക്ക് ദൈവം ഒഴുക്കുകളെ പുറപ്പെടുവിച്ച് ഹല്ലേലൂയ വെള്ളം കൊടുത്തു എന്ന് ഹല്ലേലൂയ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ മക്കൾ കരഞ്ഞ് ഹല്ലേലൂയ വിലപിച്ചപ്പോൾ അവർക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു. ഹല്ലേലൂയ അത് നദികളെ പോലെ ഒഴുകുമാറാക്കി. 68-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും എൻ്റെ ദൈവത്തിൻ്റെ പക്കലാകുന്നു, എൻ്റെ ഉറപ്പുള്ള പാറയും എൻ്റെ സങ്കേതവും ദൈവത്തിങ്കലാകുന്നു. ഇവിടെ പറയാൻ കാരണം ഹല്ലേലൂയ അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു, എൻ്റെ ഗോപുരം അവൻ തന്നെ, ഞാൻ കുലുങ്ങയില്ല. എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും ദൈവത്തിൻ്റെ പക്കലാകുന്നു, എൻ്റെ ഉറപ്പുള്ള പാറയും എൻ്റെ സങ്കേതവും ദൈവത്തിങ്കലാകുന്നു. ഒരു ദൈവത്തിൻ്റെ വൈതലിന് ധൈര്യത്തോടെ പറയാൻ കഴിയും, എൻ്റെ പാറയായ കർത്താവ്. അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ ഗോപുരം അവൻ തന്നെ, ഞാൻ കുലുങ്ങത്തില്ല എന്ന്. ഹല്ലേലൂയ. അപ്പോൾ അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയാകുന്നു, എൻ്റെ ഗോപുരം അവൻ തന്നെ, ഞാൻ കുലുങ്ങത്തില്ല. എൻ്റെ പാറയും എൻ്റെ മഹിമയും ദൈവത്തിൻ്റെ പക്കലാകുന്നു, എൻ്റെ ഉറപ്പുള്ള പാറയും എൻ്റെ സങ്കേതവും ദൈവത്തിങ്കലാകുന്നു. അപ്പോൾ ഉറപ്പുള്ള പാറയാണ്, സങ്കേതമാണ്, നമുക്ക് സംരക്ഷണം തരുന്നതാണ് ഈ പാറ എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. എൻ്റെ മഹിമയാണ്, എൻ്റെ രക്ഷയാണ്, നമുക്കുള്ള എന്തും ഹല്ലേലൂയ അതിൻ്റെ എല്ലാ ആശ്വാസം ഈ കർത്താവ് മാത്രമാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ പറയാൻ കാരണം, ഗോപുരമാണ് ദൈവം, അതുകൊണ്ട് ഞാൻ കുലുങ്ങത്തില്ല. ഹല്ലേലൂയ. എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും ദൈവത്തിൻ്റെ പക്കലാകുന്നു, എൻ്റെ ഉറപ്പുള്ള പാറയും എൻ്റെ സങ്കേതവും ദൈവത്തിങ്കലാകുന്നു. ഉറപ്പുള്ള പാറ. അപ്പം നമുക്ക് ഉറപ്പില്ലാത്ത അവസ്ഥകൾ വരുമ്പോൾ ഹല്ലേലൂയ അവൻ ഉറപ്പുള്ള പാറയായിട്ടാണ് നമ്മളോട് കൂടെ ഇരിക്കുന്നത്. നമുക്ക് എങ്ങനെ ആയിരിക്കും മുൻപോട്ട് പോകുന്നതെന്ന് ഓർത്ത് നമ്മൾ വേദനപ്പെടുമ്പോൾ ആ കർത്താവ് പറയാം നമ്മളോട് ഹല്ലേലൂയ ഉറപ്പുള്ള പാറയും ഹല്ലേലൂയ എല്ലാം എൻ്റെ സങ്കേതവും എല്ലാം എൻ്റെ ദൈവത്തിങ്കലാകുന്നു. നമുക്ക് ദൈവത്തിങ്കൽ മാത്രമേ ഹല്ലേലൂയ ആശ്രയിക്കാൻ വകയുള്ളൂ. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിനകത്ത് ഇപ്രകാരം കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ആ ജനത്തിന് ഹല്ലേലൂയ പ്രയാസം അനുഭവിച്ച് ഹല്ലേലൂയ ജനം മുൻപോട്ട് പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഹോരേബിൽ നിന്റെ മുൻപാകെ പാറമേൽ നിൽക്കും, നീ പാറയടിക്കണം, ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ മൂപ്പന്മാർ കാണുക മോശ അങ്ങനെ ചെയ്തു. അപ്പോൾ ജനമെല്ലാം വെള്ളം കിട്ടാതെ കലഹിച്ച് അവർ വിഷമിച്ച് ഭാരപ്പെട്ടിങ്ങനെ നിൽക്കുമ്പോഴാണ് പറഞ്ഞത്, നീ എൻ്റെ മുൻപാകെ ഹല്ലേലൂയ ഹോരേബിൽ നിൽക്കണം, അവിടെ മുൻപാകെ പാറമേൽ നിൽക്കും, ഞാൻ ഹോരേബിൽ നിന്റെ മുൻപാകെ പാറമേൽ നിൽക്കും, നീ പാറയെ അടിക്കണം. അപ്പോൾ ആ ക്രിസ്തുവാകുന്ന പാറമേൽ അടിക്കുമ്പോൾ ഹല്ലേലൂയ വെള്ളം പുറപ്പെടുകയോ ചെയ്യുന്നു. ആ ജനത്തിന് കുടിക്കാൻ ഹല്ലേലൂയ ആ അത്ഭുതത്തിൻ്റെ വടി അത് അടിച്ചപ്പോൾ തന്നെ ഹല്ലേലൂയ ജനത്തിന് സമുദ്രത്തിൽ നിന്ന് ഒഴുകുന്നത് പോലെ വെള്ളം വന്നു എന്ന് നമ്മൾ 78-ാമത്തെ സങ്കീർത്തനം നമ്മൾ കാണുവാനിടയിൽ തീർന്നു. അപ്പോൾ ജനത്തിൻ്റെ ഇടയിലേക്ക് ഹല്ലേലൂയ വരുന്ന ഈ 6 ലക്ഷം വരുന്ന ജനത്തിൻ്റെ മുഴുവനും കുടിക്കാനുള്ള വെള്ളം ആ വടിയുണ്ട് അടിച്ചപ്പോൾ തന്നെ ഹല്ലേലൂയ പുറപ്പെടുക
പുറപ്പെടുവാനിടയിൽ തീർന്നു. അതുമാത്രമല്ല, ജനത്തിന് കുടിക്കാൻ വെള്ളമില്ലാതെ അവർ വലഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തി അവരുടെ മുൻപിൽ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. 17-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പിന്നെ മോശ ഒരു യാഗപീഠം പണിതു, അതിന് യഹോവ നിസി, യഹോവൻ്റെ കൊടി എന്ന് പേരിട്ടു. അപ്പോൾ ദൈവത്തിൻ്റെതായ കൊടിയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രയാസങ്ങൾ അനുഭവിച്ച് നമ്മൾ ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ അവൻ ജയത്തിൻ്റെ കൊടിയാന്ന്. അതാ പറഞ്ഞത്. അവനൊരു യാഗപീഠം പണിതു, അവിടെ ഒരു പ്രാർത്ഥന നടത്തിയെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഹല്ലേലൂയ, ആ യാഗപീഠം പണിത് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ യഹോവൻ്റെ കൊടി എന്ന് പറയത്തക്കോണം ഇടയായിത്തീർന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഉയർച്ച, അല്ലെങ്കിൽ നമ്മുടെ മുൻപാകെ ഹല്ലേലൂയ തോൽവിയല്ല ജയം എന്ന് നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. ഈ കൊടി ഉയർത്തി കിട്ടുമ്പോൾ നമുക്ക് ജയത്തിൻ്റെതായ ഒരു പതാകയായി നമുക്ക് കാണാൻ കഴിയും. കാരണം ദൈവം നമുക്ക് ജയമാണ്. ഹല്ലേലൂയ. നമ്മളെപ്പോഴും പറയത്തില്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ ജയം തരുന്ന ദൈവം ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഹല്ലേലൂയ അത്ഭുതം പ്രവർത്തിക്കുക. ഏത് പ്രതികൂലങ്ങളോ പ്രയാസങ്ങളോ വേദനകളോ ഹല്ലേലൂയ തലമുറയെക്കുറിച്ചുള്ള ഭാരമോ ജോലിയില്ലാത്ത അവസ്ഥകളോ എന്തോ ആയിരുന്നെങ്കിലും ഹല്ലേലൂയ ഈ കർത്താവ് നമുക്ക് ജയത്തിൻ്റെ കൊടിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മോശ പറഞ്ഞ, വെള്ളം കിട്ടാതെ ഭാരപ്പെട്ട് കണ്ണുനീരിലായിരിക്കുന്ന ജനത്തിന് ഹല്ലേലൂയ പ്രാർത്ഥിച്ച സമയം, അല്ലെങ്കിൽ ആ പാറയെ അടിച്ചപ്പോൾ, ക്രിസ്തുവാകുന്ന ആ പാറമേൽ അടിച്ചപ്പോൾ തന്നെ അവിടെ വെള്ളം പൊട്ടി പുറപ്പെടുവാനിടയിൽ തീർന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് യഹോവൻ്റെ കൊടി എന്ന് പേരിട്ടു, അല്ലെങ്കിൽ നിസി എന്ന് പേരിട്ടു. അപ്പോൾ ദൈവം നമുക്ക് എപ്പോഴും ജയത്തിൻ്റെ കൊടിയാണ്. ഹല്ലേലൂയ. സാധാരണ പാറ പോലെ അല്ലല്ലോ ഈ പാറ. ഹല്ലേലൂയ. അതാണ് ഒരു പ്രത്യേകത. ദൈവം നമുക്ക് വേണ്ടി എപ്പോഴും പ്രവർത്തിക്കുന്നു നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ആവർത്തന പുസ്തകം അതിൻ്റെ 32-ാം അധ്യായത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്. 32-ാം അധ്യായം 4-ാം വാക്യത്തിൽ, അവൻ പാറ, അവൻ്റെ പ്രവൃത്തി അത്യുത്തമം, അവൻ്റെ വഴികളൊക്കെ ന്യായം. അവൻ പാറയാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ പാറയായ യഹോവേ നീ വാഴ്ത്തപ്പെട്ടവൻ, അവൻ്റെ പ്രവൃത്തി അത്യുത്തമം, അവൻ്റെ വഴികളൊക്കെ ന്യായം. അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവയുടെ അംശം അവൻ്റെ ജനവും യാക്കോബ് അവൻ്റെ അവകാശവുമാകുന്നു. താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ചു, അവനെ എടുത്തു, ചിറകിന്മേൽ അവനെ വഹിച്ചു. അപ്പോൾ ഈ പാറമേൽ നമ്മളെ വഹിക്കും. ഹല്ലേലൂയ. നമ്മൾ പറക്കാൻ വയ്യാതെ, അല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ ആയിരിക്കുമ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത്, അവൻ ചിറക് വിരിച്ചു, ആ ചിറകിന്മേൽ അവനെ വഹിച്ചു. യഹോവ തനിയെ അവനെ നടത്തി, അവനോടുകൂടി അന്യ ദൈവം ഉണ്ടായിരുന്നില്ല. അവൻ ഭൂമിയുടെ ഉന്നതികളിൽ അവനെ വാഹനമേറ്റി, നിരത്തെ അനുഭവം കൊണ്ട് അവൻ ഉപജീവിച്ചു. അവൻ പാറയിൽ നിന്ന് തേനും തീക്കല്ലിൽ നിന്ന് എണ്ണയും കുടിപ്പിച്ചു. അപ്പോൾ ഈ പാറയിൽ നിന്ന് തേൻ വരും. നമ്മൾ പാടത്തില്ല, പാറയിൽ നിന്നു തേൻ പൊഴിയും, ജീവനീരിൽ നിന്നു കുടിക്കും, മരുഭൂപ്രയാണം കഴിയും വരെയും മറയ്ക്കും അവൻ നമ്മെ ചിറകടിയിൽ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. അപ്പോൾ നമ്മൾ സ്തോത്രഗീതം പാടുമ്പോൾ ഹല്ലേലൂയ ഇവിടെ പറയാം, പാറയിൽ നിന്ന് തേൻ പൊഴിയും, ജീവനീരിൽ നിന്ന് കുടിക്കും. നമുക്ക് കുടിക്കുവാനുള്ളത് കർത്താവിൽ നിന്നാണ്. ഹല്ലേലൂയ. ആ കർത്താവിനെ ആരാധിക്കുമ്പോൾ അതിൻ്റെ സന്തോഷവും സംരക്ഷണവും എല്ലാം നമുക്ക് തരും. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ പശുക്കളുടെ വെണ്ണയും ആളുകളുടെ പാലിനെയും ആട്ടിൻകുട്ടികളുടെ മേധസ്സിനെയും ബാശാനിലെ ആട്ടുകൊറ്റന്മാരെയും കോലാടുകളെയും കോതമ്പിൻ കാമ്പിനെയും അവന് കൊടുത്തു. അപ്പോൾ ആ ഗോതമ്പിൻ കാമ്പിനെയും കൊടുത്തു. അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യേശുവിനോ പുഷ്ടി വെച്ചു, ഉതച്ചു, നീ പുഷ്ടി വെച്ചു, കനത്ത് തടിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ സന്നിധി നമുക്ക് പുഷ്ടി, ആരാധനയുടെ പുഷ്ടി. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ജനം ഭക്ഷിച്ച് ആരാധിക്കും, നിങ്ങളോ വിശന്നിരിക്കും. അപ്പോൾ ഭക്ഷിക്കുകയും ചെയ്യാം, അവിടെ ആരാധിക്കുകയും ചെയ്യാം. അത്ര സംരക്ഷണമാണ് ദൈവം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവൻ പാറയിൽ നിന്ന് തേനും തീക്കലിൽ നിന്ന് എണ്ണയും കുടിപ്പിച്ചു. ആ പശുവിൻ്റെ വെണ്ണയും ആടുകളുടെ പാലിനെയും ആട്ടിൻകുട്ടികളുടെ മേധസ്സിനെയും എല്ലാം കൊടുത്തു. കാരണം എല്ലാ സംരക്ഷണവും എല്ലാ ഹല്ലേലൂയ അനുഗ്രഹങ്ങളും അവിടെ ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ഞാൻ അവനെ തനിയെ നടത്തിയെന്ന് ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ വായിക്കുന്നുണ്ട്.
അതുമാത്രമല്ല, അവൻ ഭൂമിയുടെ ഉന്നതങ്ങളിൽ അവനെ വാഹനമേറ്റി, നിലത്തിലെ അനുഭവം കൊണ്ട് അവൻ ഉപജീവിച്ചു. ഭൂമിയുടെ ഉന്നതകളിന്മേൽ വാഹനമേറ്റി ഓടിക്കുന്ന ദൈവം. നമ്മൾ വിചാരിക്കുകയോ എങ്ങനെയായിരിക്കും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ? നമ്മുടെ മുൻപാകെ ഹല്ലേലൂയ ഓരോ പ്രവൃത്തികളും കാണുമ്പോൾ നമ്മൾ അറിയുന്ന കർത്താവ് നമ്മളോട് ഇത്ര സ്നേഹത്തോടുകൂടിയാണല്ലോ ഇടപെടുന്നതെന്ന്. അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവരുടെ പാറ നമ്മുടെ പാറ പോലെയല്ല, അതിന് നമ്മുടെ ശത്രുക്കൾ തന്നെ സാക്ഷികളും. അവരുടെ പാറ നമ്മുടെ പാറ പോലെ അല്ല. ഹല്ലേലൂയ. കാരണം ഈ പ്രത്യേകതയുണ്ട് ദൈവത്തിൻ്റെ ജനത്തിന്. ഹല്ലേലൂയ. ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, നമുക്ക് പ്രത്യേക സംരക്ഷണം ഈ പാറയിൽ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് എല്ലാ ഗോതമ്പിൻ കാമ്പിനെ തരും, വെണ്ണ തരും. ഹല്ലേലൂയ. അവിടെ അത് തന്നെയല്ല, ഇവിടെ പറഞ്ഞേക്കുന്ന ഈ ദ്രാക്ഷാര രക്തമായ വീഞ്ഞു കുടിച്ചെന്ന. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് വീഞ്ഞു കുടിക്കാനുണ്ട്, സന്തോഷിക്കാനുണ്ട്, ആനന്ദിക്കാനുണ്ട്. വീഞ്ഞെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിലെ സന്തോഷം നമ്മൾ അനുഭവിക്കുമ്പോൾ അതിൻ്റെ ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ദൈവകൃപ ധാരാളമായി നമുക്ക് തരുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കുന്നുണ്ട്. അവരുടെ ബലികളുടെ മേധസ് തിന്നുകയും പാനീയ ബലികളുടെ വീഞ്ഞു കുടിക്കുകയും ചെയ്ത ദേവന്മാരും അവരാശ്രയിച്ച പാറയും ഇവിടെ. അപ്പോൾ ഇവിടെ ആശ്രയിച്ചൊരു പാറയെ മറന്ന ജനത്തിനെ കുറിച്ച് ഇവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഈ ജനം ഹല്ലേലൂയ മുൻപോട്ട് പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ എന്തൊക്കെയാണ് ജീവിതത്തിൽ തോൽവി ഹല്ലേലൂയ എന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. ഹല്ലേലൂയ. 33-ാം അധ്യായം 29-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ധാന്യവും വീഞ്ഞുമുള്ള ദേശത്ത് ഇസ്രായേൽ നിർഭയമായും യാക്കോബിൻ്റെ ഉറവ് തനിച്ചും വസിക്കുന്നു. ആകാശം അവന് മഞ്ഞു പൊഴിക്കുന്നു. ഇസ്രായേലേ, നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാർ. യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ, അവൻ നിന്റെ സഹായത്തിൻ്റെ പരിചയം മഹിമയുടെ വാളുമാകുന്നു. നിന്റെ ശത്രുക്കൾ നിന്നോട് അനുസരണം നടിക്കും. അപ്പോൾ ശത്രുക്കൾ തിരിഞ്ഞു വരത്തക്ക പോലെ ദൈവം ആക്കി തീർക്കും. നീ അവരുടെ ഉന്നതികളിന്മേൽ നടകൊള്ളും. എത്ര പ്രാവശ്യം ഹല്ലേലൂയ വേദന അനുഭവിച്ച് മുൻപോട്ട് ഹല്ലേലൂയ പ്രയാസ പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകുന്ന ദൈവത്തിൻ്റെ ജനമേ, എന്നെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ധാന്യവും വീഞ്ഞുമുള്ള ദേശത്ത് ഇസ്രായേൽ നിർഭയമായും യാക്കോബിൻ്റെ ഉറവ് തനിച്ചും വസിക്കുന്നു. ആകാശം അവന് മഞ്ഞു പൊഴിക്കുന്നു. ഇസ്രായേലേ, നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാർ. യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ, അവൻ നിന്റെ സഹായത്തിൻ്റെ പരിചയം മഹിമയുടെ വാളുമാകുന്നു. അപ്പം നീ ഭാഗ്യവാനാ, നിനക്ക് നന്മ വരും, നിനക്ക് തുല്യനാരുമില്ല. അപ്പോൾ അതാ ദൈവം പറഞ്ഞിരിക്കുന്നത്, നിനക്ക് തുല്യനായി വേറെ ആരുമില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നമ്മുടെ മുൻപിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. റോമാലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നുണ്ട്, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യ യഹൂദനും പിന്നെ യവനനും വരും. നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യ യഹൂദനും പിന്നെ യവനനും ലഭിക്കും. അപ്പോൾ ഏത് മനുഷ്യർക്കും ഹല്ലേലൂയ മഹത്വവും മാനവും ലഭിക്കണമെങ്കിൽ ഹല്ലേലൂയ നല്ല പ്രവർത്തിക്കുന്നു വേണ്ട സ്ഥിരത പൂണ്ട് തേജസ്സും അക്ഷയതയും മാനവും അന്വേഷിക്കുന്നവർക്കാണ് നിത്യജീവൻ. അല്ലാത്തവർക്കൊക്കെ കിട്ടുന്നത് ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ദൈവത്തെ കണ്ടിട്ടും ദൈവം ഓർത്ത് മകത്തിയിരിക്കുകയോ അവൻ നന്ദി കാണിക്കുകയോ ചെയ്യാതെ അവരുടെ പ്രവൃത്തികളിലൊക്കെ അവരുടെ പ്രവൃത്തികളൊക്കെ വിട്ട് ഹല്ലേലൂയ പുറകോട്ട് തിരിഞ്ഞ ജനത്തിനെക്കുറിച്ച് പറയുന്നത് അവർക്ക് കോപവും ക്രോധവും. ഒരു പാട്ടുകാരൻ ഇങ്ങനെയാണ് പറയുന്നത്, ഹല്ലേലൂയ. നിന്നിഷ്ടം ദേവാ ആയിടട്ടെ, ഞാനോ മൺപാത്രം നിൻ കരത്തിൽ, നിൻ പാദത്തിൽ ഞാൻ കാത്തിരിക്കും. നിന്നിഷ്ടം പോൽ നീ മാറ്റുകന്നെ, നിന്നിഷ്ടം പോൽ നീ ആകണമേ. നിൻ സന്നിധോ ഞാൻ
കാണിരിക്കും നിൻ വചനമാം തണ്ണീരിനാ എന്നെ കഴുകി ശുദ്ധി ചെയ്യുക നിന്നിഷ്ടം പോലെ ആക്കണമേ എന്നിഷ്ടരെന്നെ തള്ളിയാലും ഞാൻ കൈവിടില്ല എന്നു ചൊന്ന നാദാ നിൻ വാക്കൻ താശ്വാസമേ നിന്നിഷ്ടം പോലെ ആക്കണമേ നിത്യവും ഞാൻ നിൻ ദാസൻ തന്നെ എന്നുള്ളിൽ വാഴും ശുദ്ധാത്മാവാൽ എന്നും നിറഞ്ഞു ശോഭിപ്പാൻ ഞാൻ ഹാവ് thine own way, Lord, have thine own way. Thou art the potter, I am the clay. Mold me and make me after thy will, while I am waiting, yielded and still. Have thine own way, Lord, have thine own way. Search me and try me, Master, today. Whiter than snow, Lord, wash me just now, as in thy presence humbly I bow. Have thine own way, Lord, have thine own way. Wounded and weary, help me, I pray. Power of power, surely is thine. Touch me and heal me, Savior divine. Have thine own way, Lord, have thine own way. Hold on my being, absolute sway. Fill with the Spirit, till all shall see Christ only always living in me. Have thine own way, Lord, have thine own way. Thou art the potter, I am the clay. Mold me and make me after thy will, while I am waiting, yielded and still. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നെ പണിയണമേ നിന്നിഷ്ടം ദേവ ആയിടട്ടെ ഞാനോ മൺപാത്രം നിൻ കരത്തിൽ നിൻ പാദത്തിൽ ഞാൻ കാത്തിരിക്കും നിന്നിഷ്ടം പോലെ നീ ആക്കുക എന്നെ ആ പാദത്തിൽ ഞാൻ കാത്തിരിക്കുമ്പോൾ കർത്താവ് ഹല്ലേലൂയ ഉറപ്പുള്ള പാറയായി നമ്മളോട് കൂടെ ഹല്ലേലൂയ സാധാരണ ഹല്ലേലൂയ പാറ പോലെ അല്ല ഹല്ലേലൂയ അവനെ അനുഗമിച്ച ആത്മീയ പാറയെന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ ചെയ്യുവാൻ തക്കോണം അതിൽ വേദനയോ സങ്കടമോ ഹല്ലേലൂയ കണ്ണുനീരോ തലമുറകളെ കുറിച്ചുള്ള ഭാരമോ ഹല്ലേലൂയ ജീവിതത്തിൽ നിരാശയോ എന്ത് തന്നെയായിരുന്നാലും ഹല്ലേലൂയ ഏത് കഷ്ടങ്ങളാണ് അനുഭവിക്കുന്നത് ഏത് വേദനകളാണ് അനുഭവിക്കുന്നത് ഈ പാറയിൽ നമുക്ക് സംരക്ഷണമുണ്ട് ഈ പാറയിൽ നമുക്ക് ഉറപ്പുണ്ട് ഹല്ലേലൂയ അത് മാത്രമല്ല അവൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് ഉറപ്പുള്ള പാറ അപ്പം നമ്മുടെ ഏത് വേദനയിലും വന്ന് പാർക്കുകയും നമ്മളോടൊത്ത് ജീവിക്കുകയും ചെയ്യുന്ന ഒരു കർത്താവ് ഹല്ലേലൂയ അവൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ദൈവമാണ്
അത് മാത്രമല്ല ആ സ്വർഗത്തിലും ഭൂമിയിലുള്ളവൻ കുനിഞ്ഞു നോക്കുന്നു, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. നമ്മളിപ്പോൾ ഭൂമിയിൽ ഇരിക്കുന്നു, കർത്താവ് സ്വർഗത്തിരുന്ന് നമ്മളെ നോക്കുക. ഹല്ലേലൂയ. നോക്കുമ്പോഴും എന്താണ് അപ്പം അവൻ്റെ പ്രസാദമുള്ള പ്രവൃത്തി, ഓരോ ദിവസവും എന്താണ് ചെയ്യുന്നത് എന്ന് ദൈവം നമ്മളെക്കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ലഭിക്കുന്ന സമയങ്ങൾ നമ്മൾ നഷ്ടമാക്കി കളയാതെ ഇത് തക്കത്തിൽ ഉപയോഗിക്കേണ്ട സമയമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ, കൊള്ളാവുന്നവരായി നിൽക്കുവാൻ, ദൈവത്തിൻ്റെ വചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ഹല്ലേലൂയ, ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി കൊള്ളാവുന്നവനായി നിൽക്കുവാൻ തക്കോണം എല്ലാവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഓരോ പ്രിയപ്പെട്ടവർ ഹല്ലേലൂയ പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കുമ്പോൾ അവർക്ക് മറുപടി ലഭിച്ചതിനെക്കുറിച്ച് കേൾക്കുന്നു. ഹല്ലേലൂയ. അതുമാത്രമല്ല ഹല്ലേലൂയ, വേദനയോടുകൂടി ഹല്ലേലൂയ പറയുന്ന വിഷയങ്ങൾക്കൊക്കെ അവർക്ക് ദൈവം മറുപടി കൊടുക്കുന്നു. അതിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തിരുവചനം കേൾക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ അനേകരുടെ ഹൃദയത്തിൽ ആശ്വാസവും സന്തോഷവും ഹല്ലേലൂയ സമാധാനവും വരുന്നു, കേൾക്കുവാനും കാണുവാനും ഇടയായിത്തരും. ഹല്ലേലൂയ. നമ്മൾ വചനം അയച്ചു കൊടുക്കുമ്പോഴൊക്കെയും ഹല്ലേലൂയ കേൾക്കുമ്പോഴൊക്കെയും ഹല്ലേലൂയ ജനത്തിന് ആശ്വാസം വരുന്നു. ഹല്ലേലൂയ. അതിനും ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഏത് പ്രയാസങ്ങളിൽ കൂടെയോ ഭാരത്തിൽ കൂടെയോ പോകുന്നവരൊരു പക്ഷേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ആശ്വാസദായനാണ് ഈ പാറ. ഹല്ലേലൂയ. ഈ ക്രിസ്തുവാകുന്ന പാറ ഹല്ലേലൂയ നിങ്ങൾക്ക് സംരക്ഷകനാണ്. ഹല്ലേലൂയ. പൂർണ്ണ സംരക്ഷണം കർത്താവ് തരുവാൻ തക്കോണം ശക്തനായ ഒരു ദൈവമാണെന്ന് ഹല്ലേലൂയ. ആ ദൈവത്തെ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വാഴ്ത്തി പുകഴ്ത്തുവാൻ, ആ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുവാൻ ഹല്ലേലൂയ, ആ ബലമായ കർത്താവിന് ആർപ്പിടുവാൻ തക്കോണം ഹല്ലേലൂയ ദൈവമക്കൾ എല്ലാവർക്കും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുമാത്രമല്ല ഹല്ലേലൂയ നിങ്ങളുടെ വിഷയങ്ങൾക്കൊക്കെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഓരോരുത്തരും ഹല്ലേലൂയ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുമ്പോൾ അവർക്കൊക്കെയും അതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം ഈ വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിൻ്റെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.